ഹലോ ലോയിറ്റെ, ഗുഡ് ടാഗ്. ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജർമ്മൻ പഠിക്കുന്നവർ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട രണ്ട് ബുക്സിനെ പറ്റിയാണ്. സോ നമ്മൾ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ നമ്മുടെ ജർമ്മൻ ലാംഗ്വേജ് ലേണിംഗ് കുറച്ചുകൂടി ഫാസ്റ്റർ ആക്കാനായിട്ട് ചങ്കിങ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡിനെ പറ്റി പറഞ്ഞായിരുന്നു. ഈ മെത്തേഡിൽ പൂർണ്ണമായിട്ടും ഡിസ്കസ് ചെയ്തത് നമ്മൾ കോമൺ വൊക്കാബുലറി അല്ലെങ്കിൽ നോർമൽ വൊക്കാബുലറി പഠിക്കുന്നതിന് പകരം കുറച്ച് ജർമ്മൻ ഫ്രേസസും അതല്ലെങ്കിൽ കുറച്ച് വേർബ് കോമ്പോസ് ഒക്കെ പഠിക്കണം എന്നായിരുന്നു. സോ ഇതുപോലത്തെ കുറച്ച് മെറ്റീരിയൽസ് നമുക്ക് കളക്ട് ചെയ്യണമെങ്കിൽ ഇതിനായിട്ട് കുറച്ച് ജർമ്മൻ സിനിമകൾ കാണണം, അല്ലെങ്കിൽ ജർമ്മൻ ബുക്സ് വായിക്കണം, അല്ലെങ്കിൽ ജർമ്മൻ പോഡ്കാസ്റ്റുകൾ കേൾക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. സോ നമ്മൾ ഇതിനു മുമ്പ് തന്നെ ജർമ്മൻ സിനിമകളുടെയും അതുപോലെ തന്നെ ജർമ്മൻ പോഡ്കാസ്റ്റിന്റെ എപ്പിസോഡ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മൻ പഠിക്കുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന രണ്ട് ബുക്സിനെ പറ്റിയാണ്. ഈ ബുക്സ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഫ്രേസസ് കിട്ടാനും അതല്ലെങ്കിൽ കുറച്ച് നല്ല വൊക്കാബുലറീസ് കിട്ടാനുള്ള ബെസ്റ്റ് സോഴ്സാണ്. നിങ്ങൾ ജർമ്മൻ പഠിക്കുന്നവരും അതുപോലെ തന്നെ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്പോട്ടാണ് ഗോയിത്തയുടെ ലൈബ്രറീസ്. ഗോയിത്തയുടെ ലൈബ്രറീസ് എന്ന് പറയുമ്പോൾ അത് പബ്ലിക്കിന് ഗോയിത്ത ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ബുക്സ് കളക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഗോയിത്തയുടെ തന്നെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഓൺലൈൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ബുക്സ് അല്ലെങ്കിൽ ഓഡിയോ ബുക്സ് അതല്ലെങ്കിൽ മാഗസിൻസ് ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം നമ്മൾ A1 A2 പഠിക്കുന്നവർക്കുള്ള ബുക്കാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് B1 B2 ഇന്റർമീഡിയറ്റ് ലെവലിൽ ജർമ്മൻ പഠിക്കുന്നവർക്കുള്ള ബുക്ക് സജസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ കഫൈൻ ബെർലിൻ എന്ന് പറയുന്ന ബുക്കാണ്. ഈ ബുക്ക് ഇതിൻ്റെ ഓതർ എന്ന് പറയുന്നത് ആൻഡ്രേ ക്ലൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. കുറേ കൂടി ചിൽഡ്രൻസ് ബുക്സ് അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് ഫിക്ഷൻസ് അതുപോലെ ഗ്രാമർ ബുക്സ് ഇതൊക്കെയാണ് പുള്ളിയുടെ ഒരു മേഖല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ലാംഗ്വേജ് ലേണിംഗ് ഫാസ്റ്റർ ആക്കാനും അല്ലെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ലാംഗ്വേജ് പഠിക്കാനും ആൻഡ്രേ ക്ലൈൻ്റെ ബുക്സ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ബുക്കിൽ വരുന്ന ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഒരു ജർമ്മനിയിലെ ഒരു ബെർലിൻ ലൈഫ് സർവൈവ് ചെയ്യുന്ന ഒരു യങ് പേഴ്സൻ്റെ ലൈഫാണ്. സോ ഇതിലെ ഓരോ ദിവസവും ഓരോ എപ്പിസോഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റോറീസ് ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ലോങ് സ്റ്റോറീസ് വായിക്കുമ്പോഴുള്ള ഒരു ബോറിങ് മാറ്റാനും അല്ലെങ്കിൽ വളരെ എൻ്റർടൈനിങ് ആയിട്ട് പോകാനും ഈ ബുക്ക് കൊണ്ട് പറ്റും. മാത്രമല്ല നമുക്ക് വൊക്കാബുലറി ബിൽഡ് ചെയ്യാനുള്ള ഒരു പെർഫെക്റ്റ് സോഴ്സാണ് ഈ ബുക്ക്. ഈ ബുക്ക് നിങ്ങൾക്ക് വായിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആമസോണിൽ ഇതിൻ്റെ ഫിസിക്കൽ ബുക്കും അല്ലെങ്കിൽ ഈ ബുക്ക് വേർഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അടുത്ത ബുക്കിൻ്റെ പേരാണ് ജർമ്മൻ ഷോർട്ട് സ്റ്റോറീസ്. പേര് പോലെ തന്നെ ജർമ്മനിലുള്ള കുറച്ച് ഷോർട്ട് സ്റ്റോറീസ് ആണ്. നമ്മൾ നേരത്തെ ബുക്കിലും ഇതുപോലത്തെ ഷോർട്ട് സ്റ്റോറീസ് ആണ് വന്നത്. ഈ ബുക്കിലും അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസ് ആയിട്ടാണ് ബുക്ക് ബിഗിനിങ് ടു എൻഡ് വരെ പോകുന്നത്. സോ ഇതിൻ്റെ ഓതേഴ്സ് എന്ന് പറയുന്നത് രണ്ട് പേരാണ്. ഒന്ന് ഓളി റിച്ചാർഡ്സ് ആൻഡ് അലക്സ് റോളിൻസ്. നിങ്ങൾ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഓളി റിച്ചാർഡ്സിനെ ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കണം. കാരണം ഓളി റിച്ചാർഡ്സ് എന്ന് പറയുന്നത് 8 ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരാളാണ്. എങ്ങനെ ഫാസ്റ്റ് ആയിട്ടൊരു ലാംഗ്വേജ് ലേൺ ചെയ്യാമെന്ന നല്ല വിഷനുള്ള ഒരാളാണ്. സോ പുള്ളിയുടെ ആ വിഷൻ നമുക്ക് ഈ ബുക്കിലും നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഷോർട്ട് സ്റ്റോറീസ് ജർമ്മൻ പോലെ തന്നെ ഓളി റിച്ചാർഡ്സിൻ്റെ വേറെ കുറേ ബുക്കുകളുണ്ട്. ഷോർട്ട് സ്റ്റോറീസ് ഇൻ ഫ്രഞ്ച്, ഷോർട്ട് സ്റ്റോറീസ് ഇൻ ഐറിഷ്, ഷോർട്ട് സ്റ്റോറീസ് ഇൻ സ്പാനിഷ്, ഷോർട്ട് സ്റ്റോറീസ് ഇൻ ജാപ്പനീസ്, അറബിക്, പോർച്ചുഗീസ്, അങ്ങനെ ഒരുപാട് ഭാഷകളിൽ ഇദ്ദേഹത്തിൻ്റെ ബുക്സ് അവൈലബിൾ ആണ്. സോ നമുക്ക് ജർമ്മൻ പഠിക്കുന്നവരായതുകൊണ്ട് തന്നെ ഷോർട്ട് സ്റ്റോറീസ് ഇൻ ജർമ്മൻ ഈ ബുക്കാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഈ ഷോർട്ട് സ്റ്റോറീസ് ഇൻ ജർമ്മനിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള വൊക്കാബുലറീസ് എല്ലാം തന്നെ ബോൾഡ് ടെക്സ്റ്റ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ബുക്കിൻ്റെ വേറൊരു പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വൊക്കാബുലറീസിൻ്റെ ട്രാൻസ്ലേഷൻ കിട്ടും, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കിട്ടും. സോ നമുക്ക് വായിച്ചു പോകുന്ന സമയത്ത് ഒരു വേർഡ് കണ്ടോ, ആ വേർഡിൻ്റെ മീനിങ് അറിയില്ല, ബട്ട് അതൊരു ബോൾഡ് ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്കൊന്ന് മറിച്ച് നോക്കി കഴിഞ്ഞാൽ അപ്പുറത്ത് അതിൻ്റെ ട്രാൻസ്ലേഷൻ കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് നല്ലൊരു വൊക്കാബുലറി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഈ പറഞ്ഞ രണ്ട് ബുക്കുകളും വളരെ സിമ്പിൾ സ്റ്റോറീസും അതുപോലെ ഷോർട്ട് സ്റ്റോറീസുമാണ്. അതുപോലെ തന്നെ ഒരുപാട് സാഹിത്യവൽക്കരിക്കപ്പെടാത്ത കഥകളാണ് ഇതിൽ മൊത്തമുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നല്ല എൻ്റർടൈനിങ് ആണിത്. സോ നമ്മളൊരു വലിയ റീഡർ അല്ലെങ്കിൽ കൂടി നമുക്ക് ഇങ്ങനെയുള്ള ബുക്കുകൾ സിമ്പിളായിട്ട് വായിക്കാൻ പറ്റും. സോ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ബുക്ക് ഷോർട്ട് സ്റ്റോറീസ് ഇൻ ജർമ്മൻ അതും നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ എപ്പിസോഡ്സിൽ പറയാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി കൂടുതൽ ജർമ്മൻ ബുക്സിനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോക്ക് പാർട്ട് 2 വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷനായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒരു തംസ് അപ്പ് ഇട്ടാൽ മതി. ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡോട്ട് കാണാം. അതുവരെയും ചൂസ്.